Today's welcome. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലെവൽസിനെ കുറിച്ചാണ്. ലെവൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആസ് ആൻ ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ പോലും നമ്മളൊരു പ്രൈസ് ആക്ഷൻ ട്രേഡർ ആണ് എന്നുണ്ടെങ്കിൽ ലെവൽസ് എന്ന് പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. ആ ലെവൽസ് എന്ന് പറഞ്ഞാൽ പല തരത്തിലുണ്ട്, റൈറ്റ്? നമ്മൾ ഫിബൊനാച്ചി ലെവൽസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, CPR ലെവൽസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതൊക്കെ ഡെറിവേറ്റീവ്സ് ആണ്, അതായത് പ്രൈസിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ്. പ്രൈസിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ് ഇതുപോലെയുള്ള ഇൻഡിക്കേറ്റേഴ്സിലേക്ക് എത്തുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ലേൺ ചെയ്യാൻ പോകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ഹൈ ലോ ക്ലോസ് മാത്രമല്ല, പ്രീവിയസ് ഡേ ഓപ്പണും കൂടിയാണ്. കാരണം നിങ്ങൾ പല ആൾക്കാരും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ചില ലെവൽസാണിത്. പ്രീവിയസ് ഡേ ഹൈ ലോ മോസ്റ്റ് ആൾക്കാരും നോട്ട് ചെയ്യുന്നത് കാണാറുണ്ട്. പക്ഷേ പ്രീവിയസ് ഡേ ക്ലോസ് ആൻഡ് ഓപ്പൺ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ടേംസ് ഓഫ് ലെവൽസ്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ ഓപ്പൺ എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം ജസ്റ്റ് ഒരു എക്സാമ്പിളിൽ കൂടെ ഞാൻ പറയാം. ഇത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് പ്രീവിയസ് ഡേ ഓപ്പൺ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു 5 മിനിറ്റ് ചാർട്ടാണ്, റൈറ്റ്? നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൻ്റെ 5 മിനിറ്റ് ചാർട്ടാണ്. ചാർട്ട് ഡസിൻ മാറ്റർ. ഈ ഒരു കാര്യം എല്ലായിടത്തും ഒരുപോലെയാണ്. പല ആൾക്കാരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. CPR ലെവൽസ് വെച്ച് നമ്മൾ ലെവൽസ് നോക്കാറുണ്ട്. അതായത് പല സമയത്തും പറയാറുണ്ട് CPRൻ്റെ എബോ ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ അത് പോസിറ്റീവാണ്, ബിലോ ആണെങ്കിൽ നെഗറ്റീവാണ്, അല്ലെങ്കിൽ R1ൻ്റെ മുകളിലാണെങ്കിൽ എക്സ്ട്രീംലി പോസിറ്റീവാണ് എന്നൊക്കെ പറഞ്ഞ പല ടെക്നിക്കൽ അനാലിസിസിൽ പല തിങ്കിങ്ങും ഉണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ബേസ് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ റോ ഫോം എന്ന് പറയുന്നത് ഈ പ്രീവിയസ് ഡേ ഓപ്പൺ ഹൈ ലോ ക്ലോസ് ആണ്. വൈ? ഈ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് CPR പോലെയുള്ള എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഡിറൈവ്ഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ലേൺ ചെയ്യാൻ പോകുന്നതും അതിൻ്റെ ബേസ് കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി അല്ല, സ്ട്രാറ്റജിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണൻ്റാണ് നമ്മൾ ഈ പറയുന്ന ലെവൽസ് എന്ന് പറയുന്നത്, റൈറ്റ്? സോ നമ്മൾ ഒരുപാട് ഹൊറിസോണ്ടൽ ലെവൽസ് ഡെഫിനറ്റ്ലി വരയ്ക്കുന്ന ആൾക്കാരാണ്, അല്ലാതെ ട്രെൻഡ് ലൈൻസ് പോലെയുള്ള കാര്യങ്ങളും വരയ്ക്കുന്ന ആൾക്കാരുണ്ടാവും. സോ ഈ ഒരു കാര്യം നിങ്ങൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അഗൈൻ ഞാൻ പറയുകയാണ്, മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇത് ഒരു ദിവസം വരച്ചുകൊണ്ട് നാളെ പോയി ട്രേഡ് എടുക്കുക എന്നുള്ളതല്ല. ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ മാസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരുപാട് പുതിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുവരെ നമുക്ക് ക്ലിക്ക് ആവാതിരുന്ന ചില ആഹാ മൊമെൻറ്റ്സ്, അതായത് ഇങ്ങനെ ആയിരുന്നല്ലേ, ഇത് എനിക്കറിയാത്ത, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഞാനിത് ശ്രദ്ധിക്കാതിരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസെപ്റ്റിലോട്ട് പോകാം. ഫസ്റ്റ് തിങ്, ഇത് നമ്മളുടെ പ്രീവിയസ് ഡേ ഓപ്പൺ ആണ്. പ്രീവിയസ് ഡേ ഓപ്പൺ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്ന് വെച്ചാൽ, ഓരോ ദിവസവും ഓവർനൈറ്റിൽ ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം പ്ലേ ചെയ്യുന്ന ആൾക്കാരല്ല, അവരുടെ മണി എന്ന് പറയുന്നത് വേൾഡ് വൈഡ് റൊട്ടേറ്റ് ആവുന്ന ഒരു സംഭവമാണ്. സോ ഓരോ ദിവസവും ഒരു സ്റ്റോക്ക് ആണെങ്കിലും ഇൻഡെക്സ് ആണെങ്കിലും കമ്മോഡിറ്റി ക്രൂഡ് എന്താണെങ്കിലും അത് ഓപ്പൺ ആവുന്നതും ക്ലോസ് ആവുന്നതും ഓവർനൈറ്റ് സെൻറ്റിമെൻറ്റിലുള്ള വ്യത്യാസം കൊണ്ടാണ്. സോ നമ്മളിപ്പോൾ പറയുന്നത് ഇത് കഴിഞ്ഞ ദിവസത്തെ 12-ാം തീയതിയുള്ള ചാർട്ടിൽ ഈ ഓപ്പൺ നടന്ന ലെവലിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് അതിനേക്കാളും താഴെയുള്ള ഒരു ലെവലിലാണ്, റൈറ്റ്? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഈ ഓപ്പണേക്കാളും എന്തോ ഒരു ചെറിയൊരു പ്രശ്നം നെക്സ്റ്റ് ഡേ ഓപ്പൺ അവിടെ ഉണ്ടായിരുന്നു. അതായത് ഇമ്മീഡിയറ്റ് സെൻറ്റിമെൻ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നെഗറ്റീവാണ്. ഇതാണ് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്. ഇതിൻ്റെ അർത്ഥം എന്താ? ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഷോർട്ട് പോകുന്നതാണ്? നോ, അതുപോലെ എടുത്തു പിടിച്ച് നമ്മൾ ഒരിക്കലും ട്രേഡ് ചെയ്യില്ല. ഇതൊരു ബേസിക് ഇൻഫർമേഷനാണ്, റൈറ്റ്? നമ്മൾ എന്താ ചെയ്യുന്നത്? മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഒരു മാർക്കറ്റ് രാവിലെ 9:15 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 9 മണി മുതൽ 9-7 വരെയുള്ള സമയത്തെ കാര്യങ്ങൾ നോക്കി, ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്ന് നോക്കി, അതിനുശേഷം മാർക്കറ്റ് സ്ലോലി മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഓരോ ഇൻഫർമേഷൻ മാർക്കറ്റിലേക്ക് വരുന്നതിനനുസരിച്ച് നമ്മളുടെ ഡിസിഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ സമയത്തും പറയാറുള്ളത്, നിങ്ങൾ ഒരിക്കലും ബയാസ്ഡ് ആയിട്ട് മാർക്കറ്റിലേക്ക് വരരുത്, കംപ്ലീറ്റ്ലി ന്യൂട്രലായിട്ട് മാർക്കറ്റിലേക്ക് വരണം എന്നുള്ള കാര്യം. സോ ഇത് നമ്മളുടെ ആദ്യത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് എന്നുള്ളതാണ്, റൈറ്റ്? ഇതാണ് നമ്മളുടെ ഓപ്പണിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫസ്റ്റ് പാർട്ട്. സോ ഓരോ ദിവസത്തെ ഓപ്പണും പ്രീവിയസ് ഡേ ഓപ്പണേക്കാളും എവിടെയാണ് ഓപ്പൺ ആവുന്നതെന്ന് ആദ്യം നോക്കുക. അതായത് സപ്പോസ് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ നമ്മൾ പ്രീവിയസ് ഡേ ഓപ്പൺ ഈ ഒരു ലെവലിലാണ്, റൈറ്റ്? സോ നെക്സ്റ്റ് ഡേ ഓപ്പൺ എവിടെയാണ്? അതിനേക്കാളും താഴെയാണ്, റൈറ്റ്? നെക്സ്റ്റ് ഡേ ഓപ്പൺ നമുക്ക് കാണാൻ പറ്റും പ്രീവിയസ് ഡേ ഓപ്പണേക്കാളും താഴെ ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള സെൻറ്റിമെൻറ്റ് നെഗറ്റീവാണ്. മാർക്കറ്റ് ഗോസ് ഡൗൺ. ഇത് ഞാൻ പറഞ്ഞ അഗെയിൻ ഇമ്മീഡിയറ്റ്ലി മാർക്കറ്റിൽ ഷോർട്ട് ചെയ്യാന്നുള്ളതല്ല, അവിടെ വേറെ നമുക്ക് പല കാര്യങ്ങളും ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും, റൈറ്റ്? സോ ഇതുപോലെയുള്ള ആ ഒരു ബേസിക് കൺസെപ്റ്റ് നിങ്ങൾ പല ആൾക്കാരും എന്നോട് പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ചാർട്ടിലേക്ക് നോക്കി ഒന്നും മനസ്സിലാവില്ല, 5 മിനിറ്റിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ തല കറങ്ങും, മുകളിലേക്കാണോ പോകുന്നത് താഴേക്കാണോ പോകുന്നത്. സോ ഇതിന് ഫസ്റ്റ് തിങ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സംഭവം സിമ്പിളാണ്. നിങ്ങൾ ഇതുപോലെ ഡെയിലി വരച്ച് മെനക്കെടേണ്ട കാര്യമില്ല. നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ്, ഫ്രീ ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ്. അതിലൊരു ഇൻഡിക്കേറ്ററാണ് ഓപ്പൺ ഡെയിലി ലൈൻ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ. ഈ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസത്തെയും ഓപ്പൺ നമ്മളുടെ ചാർട്ടിൽ പ്ലോട്ട് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ഓക്കെ,
ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിനിപ്പോൾ വേറെ ജസ്റ്റ് ഒരു കളർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഓപ്പൺ വരയ്ക്കേണ്ട കാര്യമില്ല. എവിടെയാണ് മാർക്കറ്റ് ആക്ച്വലി ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നോക്കി ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലൈൻസ് പ്ലോട്ട് ചെയ്യും. സോ ഈ ലൈൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ട്രേഡിംഗ് വേണ്ടി ഇൻഡിക്കേറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റും. ഓരോ ദിവസവും നമ്മൾ ആദ്യം നോക്കേണ്ട ഫസ്റ്റ് കാര്യം എന്താണ്? പ്രീവിയസ് ഡേ ഓപ്പൺ എവിടെയായിരുന്നു, നെക്സ്റ്റ് ഡേ ഓപ്പൺ എവിടെയാണ്. ഇതാണ് ഫസ്റ്റ് കാര്യം മാത്രമേ ആയിട്ടുള്ളൂ. ഓക്കെ, നമുക്കൊരു കാര്യം നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് പ്രീവിയസ് ഡേ ഓപ്പൺ ഈ ഒരു ലെവലിലാണ്, നെക്സ്റ്റ് ഡേ ഓപ്പൺ ഇവിടെയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം നമുക്ക് ഓർമ്മയുണ്ടാവും. എന്താണ്? മാർക്കറ്റ് സെൻറ്റിമെൻ്റ് എന്ന് പറയുന്നത് ബുള്ളിഷാണ്. നെക്സ്റ്റ് ഡേ നമ്മൾ കണ്ടു മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് പോസിറ്റീവാണ്. അപ്പോൾ നിങ്ങൾ പുതിയ ചോദിക്കും സെൻറ്റിമെൻറ്റ് പോസിറ്റീവ് ആണെന്നല്ലേ പറഞ്ഞു, പിന്നെ എന്തുകൊണ്ടാണ് ഇത് താഴേക്കുന്നത്? അഗെയിൻ നെക്സ്റ്റ് തിങ്, ഫസ്റ്റ് സെൻറ്റിമെൻറ്റ് പോസിറ്റീവാണ്. അതിനുശേഷം മാർക്കറ്റ് എന്താണ് ചെയ്തത്? നിങ്ങൾക്ക് കാണാൻ പറ്റും. മാർക്കറ്റ് ഓപ്പൺ ആയത് ഫസ്റ്റ് 9:15 അതായത് 9:15 ഒന്നാമത്തെ സെക്കൻഡിൽ നമുക്ക് ഈ ഓപ്പൺ ലൈൻ കിട്ടി. റൈറ്റ്, ഈ ഓപ്പൺ ലൈൻ കിട്ടി. പിന്നെ അതൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല ആ ഡേ. ദാറ്റ്സ് ക്ലിയർ. അതിനുശേഷം മാർക്കറ്റ് ഏത് ഡയറക്ഷനാണ് പിടിക്കുന്നത്? നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് 5 മിനിറ്റ് ഇറ്റ്സ് ക്ലിയർലി ബെയറിഷാണ്. റൈറ്റ്, നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. അഗൈൻ ഞാൻ പറയുകയാണിത് ഇതൊരു സ്റ്റാൻഡ് അലോൺ സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമല്ല. നമ്മൾ വേറെ പല കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ യൂട്യൂബ് അൽഗോരിതം എന്താണെന്ന് അറിയില്ല, അത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തും എന്ന് കേട്ടിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം നിങ്ങളുടെ അതായത് അനാലിസിസിൽ, നമ്മളിപ്പോൾ മാർക്കറ്റിൽ രാവിലെ ഇരിക്കുകയാണ്, നിങ്ങൾ നിഫ്റ്റി ട്രേഡ് ചെയ്യാനിരിക്കുകയാണ്, നിങ്ങളിത് കണ്ടു. അതായത് പ്രീവിയസ് ഡേ ഓപ്പണേക്കാളും മുകളിലായിട്ടാണ് ഓപ്പൺ ആയത്. നിങ്ങളുടെ ഇമ്മീഡിയറ്റ് സെൻറ്റിമെൻറ്റ് എന്തായിരുന്നു? ഞാൻ ബുള്ളിഷാണ്. അതിനുശേഷം നിങ്ങൾ എന്താ കണ്ടത്? നെക്സ്റ്റ് ഫ്യൂ മിനിറ്റ്സിൽ മാർക്കറ്റ് ഈസ് ഗോയിങ് ഡൗൺ. അതിൻ്റെ അർത്ഥം എന്താണ്? മാർക്കറ്റ് ഈസ് നോട്ട് ആക്ച്വലി ബുള്ളിഷ്, ഇറ്റ് ഈസ് ഗോയിങ് ഡൗൺ ബിലോ ഓപ്പൺ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. റൈറ്റ്, ഇനിയാണ് നെക്സ്റ്റ് പോയിന്റ് വരുന്നത്. നമ്മൾ ഒരു കാര്യം നിങ്ങൾ തീരുമാനിക്കുക ആസ് എ ബിഗിനർ. ഈ ഓപ്പണിൻ്റെ താഴെയാണ് മാർക്കറ്റ് എങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഓപ്പൺ എത്തുന്നത് വരെയെങ്കിലും നിങ്ങൾ ഷോർട്ട് ട്രേഡ്സിന് മാത്രം ട്രൈ ചെയ്യുക, ലോങ് ട്രേഡ്സ് നോക്കാതിരിക്കുക. സോ നമ്മളിപ്പോൾ ഇവിടെ കാണുകയാണ് മാർക്കറ്റിൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. മാർക്കറ്റ് ക്ലോസ്ഡ് ഹിയർ, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ പ്രീവിയസ് ഓപ്പൺ ഇവിടെയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഡേ പ്രീവിയസ് ക്ലോസ് ഇവിടെയാണ്. പ്രീവിയസ് ക്ലോസിനേക്കാളും മുകളിലാണ് ഓപ്പൺ ആയത്, പക്ഷേ പ്രീവിയസ് ഓപ്പണിൻ്റെ താഴെയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? പ്രീവിയസ് ക്ലോസിൻ്റെ മുകളിലാണെന്ന് പറയുമ്പോൾ അവിടെ എന്താ ഒരു കാര്യമുള്ളത്? ഇറ്റ്സ് സ്ലൈറ്റ്ലി ബുള്ളിഷ്. പ്രീവിയസ് ഓപ്പണിൻ്റെ താഴെയാണെന്ന് പറയുമ്പോൾ എന്താണ്? അത് നോട്ട് സോ ബുള്ളിഷ് അല്ലേ? നമുക്കപ്പോൾ അവിടെ ഒരു ന്യൂട്രൽ അപ്രോച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷേ അതിന് ശേഷം ഞാൻ പറഞ്ഞത് നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഓപ്പൺ ആയതിനു ശേഷം മാർക്കറ്റ് എവിടെയാണ് ട്രേഡ് ചെയ്യുന്നത്? ഇറ്റ്സ് എബവ് ദ കറണ്ട് ഓപ്പണിംഗ് പ്രൈസ്. റൈറ്റ്, സോ മാർക്കറ്റ് ഈസ് ഗോയിങ് അപ്പ്. ഇത് ഞാൻ എഗെയിൻ പറയാണ്, ഇതൊരു സ്ട്രാറ്റജി അല്ല. ഇത് നമുക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ സാധാരണ ചെയ്യുന്ന എന്ത് സ്ട്രാറ്റജിയിലൂടെയും ഈ ഒരു സിമ്പിളായിട്ടുള്ള കാര്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഡിഫറൻസ്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നമ്മളുടെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത് കോംപ്ലിക്കേറ്റഡ് അല്ല. ഒരുപാട് ചാനൽസും ആൾക്കാർ ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെച്ചിട്ടുള്ളതാണ്, ഒരുപാട് ഫാൻസി സ്റ്റഫിന് വേണ്ടിയിട്ട്. ബട്ട് ഇതുപോലെയുള്ള സിമ്പിൾ ലെവൽസും കാര്യങ്ങളും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ ഡെഫിനറ്റായിട്ട് പറയാം. നമ്മളുടെ ഐക്കോണിക് ട്രേഡർ പ്രോഗ്രാംസിൽ നമ്മളുടെ മെൻറ്റീസ് ചെയ്യുന്നത് തന്നെയാണ്. അതിൻ്റെ റെക്കോർഡിങ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾക്ക് കൂടുതൽ, അതായത് ഒരു സീരിയസ് ട്രേഡർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് കൂടുതൽ ഡീപ്പ് ആയി പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ എന്താണോ നമ്മളുടെ മാർക്കറ്റിൽ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സെയിം കൺസെപ്റ്റാണ് ഞാൻ അതിനകത്ത് 100% ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു ബേസിക് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങളോട് കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രെങ്തും വീക്ക്നെസ് റീഡ് ചെയ്യുന്നതിനെക്കുറിച്ച്. റൈറ്റ്, ആ സ്ട്രെങ്തും വീക്ക്നെസ് റീഡ് ചെയ്യുന്നതും ഇതിൻ്റെ പാർട്ടാണ്. ഇതുപോലെ ഒരു 3-4 സാധനങ്ങൾ നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്യുമ്പോൾ മാർക്കറ്റ് റീഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ബട്ട് ആൾക്കാരെന്താ ചെയ്യുന്നത്? ശരിക്കും എവിടെയില്ലാത്ത ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സും അല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂസിങ് കൺസെപ്റ്റ്സും, നമ്മളുടെ ബ്രെയിൻ ഫുള്ളി ലോഡഡ് ആണ് ആക്ച്വലി ഇൻഫർമേഷൻസിന് വേണ്ടി. അപ്പോൾ അത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് നമുക്ക് പ്രീവിയസ് ഡേ നമുക്കൊന്നുകൂടി നോക്കാം. നെക്സ്റ്റ് അതായത് പ്രീവിയസ് ഓപ്പൺ ഇവിടെയായിരുന്നു, അതിനുശേഷം നെക്സ്റ്റ് ഓപ്പൺ എവിടെയാണ്? താഴെയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? മാർക്കറ്റ് ഇമ്മീഡിയറ്റ്ലി ബെയറിഷ് ആണ്. റൈറ്റ്, ദെൻ മാർക്കറ്റ് സ്റ്റാർട്ടഡ് മൂവിങ് അപ്പ്. പക്ഷേ ഈ പ്രീവിയസ് ഡേ ഓപ്പണിൻ്റെ അടുത്ത് പോകുന്നതിന് മുന്നേ തന്നെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. റൈറ്റ്, ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങളും കൂടി ഉണ്ട്. ഇത് ബ്രേക്ക് ചെയ്തത് പ്രീവിയസ് ഓപ്പൺ മാത്രമല്ല,
സോറി, ഇത് ബ്രേക്ക് ചെയ്തത് കറണ്ട് ഓപ്പണിംഗ് പ്രൈസ് മാത്രമല്ല, ഇത് ബ്രേക്ക് ചെയ്തത് പ്രീവിയസ് ക്ലോസും കൂടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രീവിയസ് ഡേ ഹൈ ലോ ക്ലോസ്, ഈ 4 സാധനത്തിൽ 2 സാധനമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പ്രീവിയസ് ക്ലോസും കൂടിയാണ് ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നത്, റൈറ്റ്. സോ പ്രീവിയസ് ഡേ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണത് പാൻ ഔട്ട് ആവാന്നുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല, എല്ലാ ദിവസവും ഫാൻസി സ്റ്റഫ് ആയിരിക്കില്ല. പല ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഡേയ്സ് ഉണ്ടാകും. ബട്ട് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. അന്നേരം സ്റ്റോപ്പ് ലോസ് എടുക്കുക, പ്രൗഡ്ലി സ്റ്റോപ്പ് ലോസ് എടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ഓപ്പൺ, പ്രീവിയസ് ഓപ്പൺ ഇവിടെയാണ്, നെക്സ്റ്റ് ഓപ്പൺ ഇവിടെയാണ്. ദാറ്റ് മീൻസ് സെൻറ്റിമെൻറ്റ് ഈസ് സ്ലൈറ്റ്ലി ബെയറിഷ്, ഒരു ഡൗട്ടും ഇല്ല. മാർക്കറ്റ് അഗെയിൻ താഴേക്ക് തന്നെ വരികയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചറിയാം, ഇവിടെ ഒരു പ്രീവിയസ് ക്ലോസിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ഇവിടെ, റൈറ്റ്. സോ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഒന്ന് ഇത് ചെയ്തതിന് ശേഷം വീണ്ടും മാർക്കറ്റ് താഴേക്ക് വരികയാണ്. ഇവിടെ നമുക്കറിയാം മാർക്കറ്റ് ഇത് മുകളിൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞു നേരത്തെ, ഓപ്പണിൻ്റെ മുകളിൽ മാർക്കറ്റ് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ട്രേഡ് എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് പോസിറ്റീവ് സൈഡിലേക്ക് എന്നുള്ളത്. ബട്ട് അത് ഇമ്മീഡിയറ്റ്ലി ഒരു ക്യാൻഡിൽ എന്നുള്ള രീതിയിലല്ല, മാർക്കറ്റ് നീഡ് ടു സ്റ്റേ അബവ്, റൈറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റിനെ അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഇമ്മീഡിയറ്റ്ലി വീണ്ടും ബ്രേക്ക് ചെയ്യുകയാണ്. മാർക്കറ്റ് വീണ്ടും ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് കാണാം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്, റൈറ്റ്. ഇവിടെ വീണ്ടും ഇത് റെസിസ്റ്റൻസ് എടുക്കുകയാണ്, മാർക്കറ്റ് താഴേക്ക് വരികയാണ്. ഇത്രയും കാലം നിങ്ങൾക്ക് ഈ ഒരു ഓപ്പൺ ലൈൻ നിങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷേ എത്ര ആൾക്കാർ ഇത് പ്ലോട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്ര ആൾക്കാർ ഈ സംഭവം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ വീണ്ടും ഞാൻ കുറേ എക്സാമ്പിൾ നിങ്ങളെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല. ഇന്നിങ്ങനെ, നാളെ അങ്ങനെ, അങ്ങോട്ട് ഇങ്ങോട്ട്, മുകളിലേക്ക് താഴേക്ക്. പിന്നെ ചില ദിവസങ്ങളൊന്നും നമുക്ക് മനസ്സിലാകാത്ത ചില ദിവസങ്ങളുണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് വളരെ ഈസിയാണ്. പക്ഷേ ചില ദിവസങ്ങളിൽ എന്താ സംഭവിക്കുക, ഇങ്ങനെ വരും, ഇവിടെ കുറച്ച് നിൽക്കും, താഴേക്ക് വരും, ഇവിടെ കുറച്ച് നിൽക്കും, മുകളിലേക്ക് വരും. സോ അങ്ങനത്തെ ഡേയ്സ് മാർക്കറ്റിലുണ്ടാകും. ബട്ട് അതല്ല, നമ്മൾ നോക്കുന്നത് പ്രോബബിലിറ്റിയാണ്. അതായത് ഒരു 60 to 70% ഓഫ് ദ ടൈം മാർക്കറ്റ് എങ്ങനെ ആയിരിക്കും, ഡെഫിനറ്റ്ലി ഇതുപോലെ ആയിരിക്കില്ല, റൈറ്റ്. ഇതുപോലെ ആയിരിക്കില്ല, മൂവ്മെൻറ്റ് ഉണ്ടാവും. ഇതുപോലെയുള്ള ചില ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വരും. ഈ സ്റ്റോപ്പ് ലോസ് കൊടുക്കാതെ ട്രേഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ വരുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ട്രാപ്പായി പോകുന്നത്. സോ നമുക്ക് ഈ പ്രീവിയസ് ഡേ നമുക്ക് വീണ്ടും പറയാം. നമുക്കിവിടെ അഗെയിൻ കാണുന്ന കാര്യം എന്താണ്, പ്രീവിയസ് ഓപ്പൺ, കറണ്ട് ഓപ്പൺ. ഇവിടെ സ്ലൈറ്റ്ലി ബുള്ളിഷ് ആണെന്ന് നമുക്കറിയാം. ബട്ട് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ കാണുന്ന സംഭവം എന്താണ്, ഇറ്റ്സ് ബെയറിഷ്, റൈറ്റ്. ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഞാൻ പറഞ്ഞു തരുന്ന കുറച്ച് ദിവസങ്ങളിലെ ചാർട്ട് ഞാൻ കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങളിത് എൻ്റെ വേർഡ്സ് നോക്കാതെ മാർക്കറ്റിൽ പോയി ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇപ്പം നമ്മളിത് ചെയ്യുന്നത് പോലെ കുറേ ദിവസം കുറേ ചാർട്ട്സ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ പറയാത്ത ചില കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായി എന്ന് വരും. ഇത് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ലേണിംഗ് എന്ന് പറയുന്നത് തുടങ്ങേണ്ടത് എപ്പോഴും ബേസ് ലെവലിൽ നിന്ന് അഡ്വാൻസിലേക്കായിരിക്കണം. അല്ലാതെ ആദ്യം തന്നെ പോയി കുറേ ഇൻഡിക്കേറ്റേഴ്സും, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സിന് കാര്യം പോട്ടെ, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി പോയി ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നതിന് പകരം ആദ്യം ഇതുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ചെറിയ രീതിയിൽ ഇക്വിറ്റിയിൽ ക്യാഷ് ചെയ്ത് എനിക്കിതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നെക്സ്റ്റ് ഡേ നിങ്ങൾ സ്ലോലി അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. കാരണം ഇങ്ങനെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. സിമ്പിളാണ്, പക്ഷേ അത് നമ്മളത്രയും വിചാരിക്കുന്ന രീതിയിൽ ഈസി ആയിരിക്കില്ല. 2 തരത്തിലുള്ള ട്രേഡേഴ്സാണ് മാർക്കറ്റിലുള്ളത്. ഒന്ന്, എന്ത് ചെയ്യണം, അതായത് ഇവിടെ വർക്കാവും ഒന്ന് നോക്കാം, മാർക്കറ്റിൽ കുറച്ച് പൈസ ഇട്ട് നോക്കാം, പോയാൽ പോട്ടെ, എനിക്ക് ജോലി ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അതല്ല, ഇതിനെ ഒരു സീരിയസ് പ്രൊഫഷൻ ആയിട്ട് എടുക്കാൻ വേണ്ടി, അതായത് ഇന്നല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷവും സീരിയസ് ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നമ്മുടെ ഐക്കോണിക് ട്രേഡർ പ്രോഗ്രാം വിസിറ്റ് ചെയ്ത് നോക്കാം. അതിനകത്തുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കാം. കാരണം അവിടെ നമ്മൾ കംപ്ലീറ്റ്ലി ഡീപ്പായിട്ടൊരു ട്രേഡിംഗ് സിസ്റ്റമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ ട്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഞാൻ ആക്ച്വലി കഴിഞ്ഞ മാസം നമ്മളുടെ മെൻറ്റീസുമായിട്ട് ലൈവായിട്ട് നടത്തിയ പ്രോഗ്രാംസാണ്. ആ പ്രോഗ്രാംസിൻ്റെ റെക്കോർഡിങ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ബിക്കോസ് എല്ലാ സമയത്തും ലൈവ് പ്രോഗ്രാം നടത്തുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പോസിബിൾ അല്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മളോട് പറയാണ്, ട്രേഡേഴ്സ് ഹെഡ് സ്റ്റാർട്ട് കോഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നിന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ അത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടും. പ്രീവിയസ് ഡേ ഹൈലോ അതിനും അതിൻ്റേതായിട്ടുള്ള വേറെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതിന് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഡെഫിനറ്റ്ലി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.